അതിപരിശുദ്ധനായ ഒരു പിതാവിന്റെ പെരുന്നാളിലാണ് നാം അടുത്തു വരുന്നത്. കാലങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പെരുന്നാൾ, അദ്ദേഹത്തിന്റെ സ്മരണ ഒട്ടും കുറയുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ പൂർണ്ണതയിലേക്ക്, അതിന്റെ നന്മയിലേക്ക് അടുക്കുന്നു. ഏറ്റവും ദ്യുതി പരത്തിക്കൊണ്ട്, വെളിച്ചം പരത്തിക്കൊണ്ട് പരിമല തിരുമേനി നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീകരമായ കാര്യമാണ്. ഒരു പെരുന്നാളിൽ നാം എന്താണ് പഠിക്കേണ്ടത്? പൗരസ്ത്യ പിതാക്കന്മാർ പെരുന്നാളിനെ കുറിച്ച് പറയുന്നത്, പെരുന്നാളിൽ നാം ജീവിതം എന്തെന്ന് പഠിക്കണം എന്ന് പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പെരുന്നാളുകൾ ജീവിതം പഠിപ്പിക്കുന്ന പാഠശാലകളാണ്. ജീവിതം എന്തെന്ന്, ജീവിക്കേണ്ടുന്നത് എങ്ങനെയെന്ന്, what is life and how to live, ഈ രണ്ടു കാര്യങ്ങൾ നമ്മെ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന ദിവസങ്ങളാണ് പെരുന്നാളുകൾ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ ആരാധനയിൽ പാടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഈ പെരുന്നാളിൽ കർത്താവേ നിന്റെ കോപത്തെ നീക്കം ചെയ്യണം. ഈ പെരുന്നാളിൽ കർത്താവേ ഞങ്ങൾ നിർമ്മലരാകണം. ഈ പെരുന്നാളിൽ കർത്താവേ ഞങ്ങൾക്കുള്ളിൽ പ്രകാശം തരണം. സ്തുതി പെരുന്നാളുകൾ ഈശ്വരനും മുടി അവയെ ചൂടുന്നവരുമായി ഈ പെരുന്നാൾ മാറണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാളിൽ ജീവിതത്തെ കുറിച്ച് മനനം ചെയ്യുവാൻ, we have to analyze our life, we have to examine ourselves. നമുക്ക് നമ്മെ കുറിച്ച് തന്നെ ഒന്ന് അനലൈസ് ചെയ്യുവാൻ, where am I, what am I and who am I, ഞാൻ എവിടെയാണ്, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നത് ദൈവവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് തന്നെ ഒരു കണ്ടംപ്ലേഷനിലൂടെ, നമുക്ക് തന്നെ ഒരു അനുതാപത്തിന്റെ ചിന്തകളിലൂടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാനുമായിട്ടാണ് വചന പ്രഘോഷണം. പലപ്പോഴും വചന പ്രഘോഷണത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ ശബ്ദവിന്യാസം കൊണ്ടും താളലയ നിബദ്ധമായ പാട്ടുകൾ കൊണ്ടും ക്രമീകൃതമാകുന്നത് ആണ് വചന പ്രഘോഷണം എന്ന ഒരു തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോഴൊക്കെ കടന്നു വരാറുണ്ട്. എന്താണ് വചനം എന്നുള്ളത്? When we are standing or sitting in the presence of Lord, we have to contemplate ourselves, we have to examine ourselves. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ വഴി നടത്തണമേ എന്ന നിരന്തരമായ പ്രാർത്ഥനയാണ് വചനപ്രഘോഷണങ്ങളിൽ ഉണ്ടാകേണ്ടുന്നത്. സഹോദരങ്ങളെ, നമുക്കിന്ന് വേദപുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ജീവിതം എന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടുന്നത് എന്നും നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ലോക പ്രശസ്തനായ മനുഷ്യൻ റോബിൻ ശർമ്മ, അദ്ദേഹം എഴുതിയ ആഗോള പ്രശസ്തി ആർജിച്ച പുസ്തകമാണല്ലോ ദ മങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി എന്നുള്ള പുസ്തകം. നമ്മളിൽ പലരും അത് വായിച്ചിട്ടുണ്ട്. അതിന്റെ ചിന്തകൾ നമ്മെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ റോബിൻ ശർമ്മ പറയുന്ന ഒരു വാക്ക്, ദ ബുക്ക് ഓഫ് ഡ്യൂട്ടോണമി ദാറ്റ് ഇൻഫ്ലുവൻസ് മീ എ ലോട്ട്. വേദപുസ്തകത്തിലെ, ബൈബിളിലെ ആവർത്തന പുസ്തകം എന്നെ വളരെയധികമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, എന്റെ കാഴ്ചപ്പാടുകൾ, എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദർശനങ്ങൾ ഏറെ രൂപപ്പെടുത്തുവാൻ ഇടയായിട്ടുള്ള പുസ്തകമാണ് ബുക്ക് ഓഫ് ഡ്യൂട്ടോണമി എന്നുള്ളത്. ഒരുപക്ഷെ ക്രിസ്ത്യാനി അല്ലാത്ത, യഹൂദനല്ലാത്ത ഒരു മനുഷ്യൻ പഴയ നിയമത്തിലെ ഈ പുസ്തകത്തെ കുറിച്ച് പറയുന്ന ഈ അഭിപ്രായം നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്നതാണ്. എന്തുകൊണ്ടാണ് ആവർത്തന പുസ്തകം ആ മനുഷ്യന് സ്വാധീനമായിട്ട് മാറിയത്? ആവർത്തന പുസ്തകത്തെ കുറിച്ച് നമുക്കറിയാം, അതിന്റെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട്. 400 വർഷത്തെ മിസ്രൈമ്യ വാസം കഴിഞ്ഞ് 40 വർഷത്തെ മരുഭൂമി യാത്രയുടെ അവസാനത്തിൽ ഇസ്രായേൽ മക്കൾ യോർദാന്റെ കരയിൽ ആയിരിക്കുകയാണ്. അതിന്റെ അപ്പുറം പാലും തേനും ഒഴുകുന്ന കനാൻ നാടാണ്. എന്താണ് ഈ പാലും തേനും എന്ന് പറയുന്നത്? മിസിസിപ്പി, മിസോറി എന്ന് പറയുന്നത് പോലെ ഒരു നദിയായി പാലും മറ്റൊരു നദിയായി ആരോഗ്യ സമ്പൂർണമായ, വളരെ ആരോഗ്യകരമായ ഒരു
ഒരു സമൂഹത്തെയാണ്, ഒരു നാടിനെയാണ് പാൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മധുരമാണ്. ദൈവം കൊടുക്കുന്ന നാട് പാലും തേനും ഒഴുകുന്നു എന്ന് പറയുമ്പോൾ ദൈവം അതിന്റെ പൂർണ്ണതയിലാണ് അവർക്ക് ആ നാട് നൽകുവാനായിട്ട് പോകുന്നത്. അത് ഏറ്റവും ആരോഗ്യകരമായ, ഏറ്റവും മധുരകരമായ ഒന്നായി ദൈവം അവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തക വ്യാഖ്യാതാക്കൾ പറയും, the land of Canaan that symbolizes our family life. നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പ്രതീകമാണ് കനാൻ നാടെന്ന് പറയുന്നത്. കുടുംബത്തിൽ ആരോഗ്യം ഉണ്ടാകണം, കുടുംബത്തിൽ മധുരം ഉണ്ടാകണം. ആരോഗ്യവും മധുരവും ഉള്ളതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ പാലും തേനും ഒഴുകുന്ന കനാൻ നാടിനെ ലക്ഷ്യമാക്കി ഇസ്രായേൽ മക്കൾ മുൻപോട്ട് പോയി. അവർ യോർദാന്റെ കരയിൽ നിൽക്കുമ്പോഴാണ് ദൈവം അവരോട് സംസാരിക്കുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ ചെല്ലുന്ന നാട്ടിൽ നിങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ, the statutes, the rules and regulations, the land that you are crossing over to occupy. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന നാട്ടിൽ നിങ്ങൾ പാലിക്കേണ്ടുന്നതായ നിയമങ്ങൾ എന്ന് പറഞ്ഞ് ദൈവം അവരോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ ജീവിതം എന്ത് എന്ന് ദൈവം അവരെ പഠിപ്പിക്കുകയാണ്. What is life and how to live? ഈ രണ്ട് ചോദ്യങ്ങൾ, രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള ദൈവിക ചിന്തകളാണ് ആവർത്തന പുസ്തകത്തിലുള്ളത്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ പറയുകയാണ്, the book of Deuteronomy that influenced me a lot. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. The monk who sold his Ferrari. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ദൈവത്തിന്റെ വചനം നമ്മെ സ്വാധീനിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ ക്രമീകരണത്തിനായി നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇതാ ഈ ആവർത്തന പുസ്തകത്തിൽ ജീവിതം എന്ത് എന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. വിശുദ്ധനായ പരമരത്തിനുമേനിയുടെ പെരുന്നാളിൽ നമുക്ക് ആദ്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യണം, എന്താണ് ജീവിതം, എങ്ങനെയാണ് ജീവിക്കേണ്ടുന്നത് എന്ന്. അതിന് സഹായകരമായി ആവർത്തന പുസ്തകം മുഴുവനും നാം പഠിക്കേണ്ടുന്നതാണെങ്കിലും സമയത്തിന്റെ ചുരുക്കം മൂലം നമുക്ക് ഈ വിഷയം ഏറ്റവും കൃത്യമായി മനസ്സിലാക്കണം എന്നതുകൊണ്ടും ആവർത്തന പുസ്തകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു വാക്യം നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് ഉപയോഗപ്പെടുത്താം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ബുക്ക് ഓഫ് ഡ്യൂട്ടോണമി ചാപ്റ്റർ 11 വേഴ്സ് 11 and 12. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഇങ്ങനെയാണ് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വാരങ്ങളും ഉള്ളതായി, ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി അതിന്മേൽ ഇരിക്കുന്നു. നോക്കുക പ്രിയപ്പെട്ടവരെ, ആ വാക്യം കേൾക്കുമ്പോൾ തന്നെ എത്രത്തോളം ആശ്വാസമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. A soothing, comforting word of Almighty God. ദൈവത്തിന്റെ ഏറ്റവും സുന്ദരമായ, ഹൃദയത്തെ സ്പർശിക്കുന്നതായ വാക്ക്. ഇസ്രായേൽ മക്കൾ മുൻപോട്ട് പോകുമ്പോൾ അൺസർട്ടനിറ്റിയാണ് അവരുടെ മുമ്പിൽ. ഈ നാടിലേക്ക് അവർ പോകുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നവർക്ക് അറിയില്ല. യോർദാൻ കടന്നാൽ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന് അവർക്കറിയില്ല. രണ്ടു തരത്തിലാണ് അവർ സ്വയം മോൾഡ് ചെയ്യുന്നത്. ഒരു കൂട്ടര് പറയുന്നു, ഓ യോർദാൻ കടന്നാൽ പിന്നെ എന്നതാ, ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ നമ്മുടെ ഡെസ്റ്റിനിയാണ്, നമ്മുടെ വിധിയാണ്, നമ്മുടെ തലയിലെടുത്ത്, നമുക്ക് ഇതിലൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. We can't escape from this. We can't escape from the trials and tribulations of our life. നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഒരു കൂട്ടര് പറയുന്നു. അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ യോർദാൻ കടന്ന് കനാൻ നാട്ടിലേക്ക് പോകുന്നത്. പക്ഷെ അപ്പോഴും അവർ ചിന്തിക്കുന്നത് മിസ്രൈമിലെ ഉള്ളിയെ കുറിച്ചാണ്. ഈജിപ്ഷ്യൻ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ, ഈജിപ്തിൽ കിട്ടിയ ഉള്ളിയെ കുറിച്ചാണ്. They are always comparing their life.
അവരെപ്പോഴും താരതമ്യം ചെയ്യുകയാണ്. ജീവിതത്തെ കുറിച്ച് താരതമ്യം ചെയ്ത് ഇതായിരുന്നു 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 എന്ന് പറഞ്ഞ് അവർ ഇനിയും കിട്ടുവാനുള്ള ജീവിതത്തിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് അവർ നഷ്ടപ്പെടുത്തുകയാണ്. ഇതാണ് ഒന്നാമത്തെ കൂട്ടർ. യാതൊരു ഹോപ്പുമില്ല, യാതൊരു പ്രതീക്ഷയുമില്ല, ജീവിതത്തെ കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലാതെ യോർദാന്റെ കരയിൽ അവർ ആയിരിക്കുകയാണ്. അവർക്ക് എപ്പോഴും പരാതികളാണ്, അവർക്ക് എപ്പോഴും കമ്പാരിസനാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കൂട്ടർ പറയുന്നത്, എന്താണ് ജീവിതം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. നമ്മുടെ ഇതിലെ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് പോലെ, എങ്ങനെയുണ്ട് ജീവിതം, ഉടനെ പറയും, ഓ അങ്ങനെയൊക്കെ പോകുന്നു. ഈ ഓ എന്ന് കേട്ടാൽ തന്നെ അറിയാം യാതൊരു പ്രതീക്ഷയുമില്ല, യാതൊരു ജീവിതത്തെ കുറിച്ച് യാതൊരു ചിന്തയും യാതൊരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥ. ഇതാണ് ഒന്നാമത്തെ കൂട്ടർ. രണ്ടാമത്തെ കൂട്ടരാണ് അവര് പറയുന്നത്, യോർദാൻ കടന്നാലോ പിന്നെ എന്ന സുഖമാണെന്നറിയാമോ, അവിടെ പാലും തേനും ഒഴുകുന്ന നാട്. നമ്മളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് പോലെ അറ്റ്ലാന്റിക് ഓഷ്യൻ കടന്നാലോ പിന്നെ എന്നാ സുഖമാണ്, അമേരിക്ക ചെന്നാൽ യാതൊരു പ്രയാസമില്ല, യാതൊരു പ്രതിസന്ധിയില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചാ വന്ന കേട്ടോ. ഇവിടുത്തെ ആളുകളുടെ കഷ്ടപ്പാടും പ്രയാസവും ഹെക്ടിക് സ്കെഡ്യൂളും ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ കർത്താവേ, ഈ ഡോളർ ഉണ്ടാക്കാൻ ഇത്രത്തോളം കഷ്ടപ്പാടുണ്ടല്ലോ എന്നൊരു മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കൂട്ടരുടെ ചിന്ത, യോർദാൻ കടന്നാൽ പിന്നെ അയജ്ഞ ലളിതമായ സുന്ദര സുരഭിലമായ ഒരു നാടാണ്. അവിടെ യാതൊരു പ്രയാസങ്ങളും ഇല്ല, അവിടെ കഷ്ടപ്പാടുകളുമില്ല. ഈ രണ്ടു കൂട്ടരെയുമാണ് ദൈവം മോശയിലൂടെ അഡ്രസ് ചെയ്യുന്നത്. ഈ രണ്ടു കൂട്ടരെയും ദൈവം മോശയിലൂടെ അഭിസംബോധന ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ദൈവം അവരുടെ ജീവിതത്തെ കുറിച്ച് അവരെ പാഠം പഠിപ്പിക്കുന്നത്. പാഠങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ്. ലളിതമായ വാക്കുകളിലൂടെ ജീവിതത്തിന്റെ ഒന്നാം പാഠം ദൈവം പഠിപ്പിച്ചു. എന്താണ് ജീവിതത്തിന്റെ ഒന്നാമത്തെ പാഠം? ഇവിടെ പറയുന്നു, the land that you are crossing over to occupy is the land of hills and valleys. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന നാട് മലകളും താഴ്വാരങ്ങളും ഉള്ളതാണ്. ഇതാണ് ജീവിതത്തിന്റെ ഒന്നാം പാഠം. The first lesson of our human life. നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാം പാഠം, ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ട്. ജീവിതത്തിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥകളെ ഉൾക്കൊള്ളുവാൻ കഴിയുക എന്നതാണ് ഒന്നാമത്തെ പാഠം. പക്ഷെ നമ്മൾ പറയും, എത്ര നിസ്സാരമാണ്, വലിയ കാര്യമൊന്നുമില്ല. അതെ, ജീവിതം എന്നാൽ ഉയർച്ചയും താഴ്ചകളും ഉള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാം പാഠമാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പാഠം. എന്നാൽ പഠിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടിട്ടുള്ളത് എത്രാം പാഠം പഠിച്ചപ്പോഴാണ്? എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴാണ്? അല്ല. പിന്നെ BSc നഴ്സിംഗിന് പഠിച്ചപ്പോഴാണ്? അല്ല. ഒന്നാം പാഠം പഠിച്ചപ്പോഴാണ്. ഒന്നാം പാഠമാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടിട്ടുള്ളത് ഒന്നാം പാഠം പഠിച്ചപ്പോഴേ. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. കാരണം എനിക്ക് രണ്ടക്ഷരങ്ങൾ തിരിഞ്ഞു പോകായിരുന്നു. ആ അമ്മ, ആ ആന. എന്റെ അമ്മയ്ക്ക് അല്പം വണ്ണം ഉള്ളത് കൊണ്ട് മാത്രമല്ല, എനിക്ക് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടിട്ടുള്ളത് ഒന്നാം പാഠം പഠിച്ചപ്പോഴാണ്. നോ, അത്ര ഈസി അല്ല ഒന്നാം പാഠം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ഫസ്റ്റ് ലെസൺ we have to understand and accommodate that in life there is hills and valleys. ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ട്. എന്താണ് ഹിൽസ് ആൻഡ് വാലീസ് എന്ന് പറയുന്നത്? There is ups and downs. ജീവിതം എന്നാൽ ഉയർച്ചകളും താഴ്ചകളും ഉള്ളതാണ് ജീവിതം എന്ന് ദൈവം പഠിപ്പിക്കുകയാണ് ഇസ്രായേൽ മക്കളെ. ഞാൻ പറഞ്ഞല്ലോ, രണ്ടു തരത്തിലാണ് അവർ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മെനഞ്ഞത്. ഒന്ന്, യാതൊരു പ്രത്യാശയുമില്ലാതെ, യാതൊരു പ്രതീക്ഷയുമില്ലാതെ, വെറും പെസിമിസ്റ്റുകളായി, യാതൊരു ലക്ഷ്യവുമില്ലാതെ ചിന്തിക്കുന്ന ഒരു കൂട്ടർ. രണ്ടാമത്തെ കൂട്ടരോ, ജീവിതത്തിൽ അയജ്ഞ ലളിതമായിട്ടുള്ളതാണ് ജീവിതമെന്ന് ചിന്തിക്കുന്ന കൂട്ടർ. അങ്ങനെ ചില സ്പിരിച്വാലിറ്റി ഒക്കെ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, നാട്ടിലൊക്കെ ഉണ്ട്. പരിശുദ്ധ മാതാവിനോടുള്ള ജപമാല പ്രാർത്ഥന അഥവാ മധ്യസ്ഥ പ്രാർത്ഥന 9 പ്രാവശ്യം ചൊല്ലുകയും
50 പേർക്ക് എഴുതി അയക്കുകയും ചെയ്യുമ്പോൾ പിന്നെ കഷ്ടപ്പാടൊന്നും ഇല്ലെന്നേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാറാനുള്ളതാണോ നമ്മുടെ കഷ്ടപ്പാടുകൾ? അങ്ങനെ തീരുന്നതാണോ നമ്മുടെ ജീവിതത്തിലെ മിസറീസ്? അത്ര എളുപ്പമാണ് ജീവിതമെങ്കിൽ എത്ര സുഖമാണ്. പ്രിയപ്പെട്ടവരെ, ഇതല്ല ജീവിതം. അതുകൊണ്ട് പൗരസ്ത്യ പിതാക്കന്മാരാരും ഇത് പഠിപ്പിച്ചിട്ടില്ല. ജീവിതം അയക്കുന്ന ലളിതമാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ സങ്കടങ്ങളുണ്ട്, ജീവിതത്തിൽ സംഘർഷങ്ങളുണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. എന്നാൽ ദൈവത്തോടൊപ്പം അതിനെ സ്വീകരിക്കുക, ഇതാണ് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പരമരത്തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരിക്കലും ജീവിതത്തിലെ സംഘർഷങ്ങളിലോ സങ്കടങ്ങളിലോ ഇല്ല എന്ന് പഠിപ്പിച്ചയാളല്ല. അതെല്ലാം ജീവിതത്തിന്റെ പാർട്ടാണ്. നമുക്കതിനെ നേരിടുവാനും അതിനെ അതിജീവിക്കുവാനും കഴിയും എപ്പോഴാണ് ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ദൈവം ഈ ആളുകളെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുന്നത്, മക്കളെ, നിങ്ങൾ ചെല്ലുന്ന നാട് മലകളും താഴ്വാരങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് നാം ഇത് മനസ്സിലെപ്പോഴും ഓർത്തിരിക്കണം. ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ട്. ഇതിന് സമാനമായ ഒരു വാക്യം നാം കാണുന്നത് ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലാണ്. പശ്ചാത്തലമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇയ്യോബിനെ കുറിച്ച് ഇവിടെ ഞാൻ പറയുന്നത് ഞങ്ങളുടെ നാട്ടുഭാഷയിൽ പറയും, കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുന്നതിന് തുല്യമാണെന്ന് പറയും. അതുകൊണ്ട് ഇയ്യോബിനെ കുറിച്ചുള്ള പശ്ചാത്തലമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുള്ള മനുഷ്യൻ, ജീവിതത്തിൽ സങ്കടങ്ങളുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അടുക്കൽ ഭാര്യ വന്ന് പറയുന്ന ഒരു വാക്യത്തിന്റെ പ്രതികരണമായിട്ട് അദ്ദേഹം പറയുന്നതാണ് ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. നാം ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൂടെ കൈക്കൊള്ളരുതോ. വളരെ കൃത്യമാണ് ആ വാക്ക്. ഇയ്യോബിന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്. പശ്ചാത്തലം നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ. ഇയ്യോബിന് എല്ലാം നഷ്ടപ്പെട്ടെന്ന് മാത്രമാണോ? തനിക്ക് ചൊറിയും പിടിച്ചു, തനിക്ക് രോഗം പിടിച്ചു. ഒരു ഓട്ടിൻ കഷ്ണം കൊണ്ട് തല മുതൽ പാദം വരെ ചൊറിയുന്ന സമയത്താണ് ഭാര്യ എന്നാ ചെയ്യുന്നത്? ഭാര്യ ചൊറിയുന്നത്. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇയ്യോബിന്റെ സങ്കടം സത്യത്തിൽ ദേഹത്തുള്ള ചൊറിയല്ല, പിന്നെ ഭാര്യ ചൊറിയാണ്. കാരണം ചൊറിയുന്നത് ചില ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. എവിടെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടോ, ആ വീക്ക്നെസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുവാനുള്ള ചിന്ത നിങ്ങളുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ഇല്ല എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എങ്കിലും ചിലയിടത്തൊക്കെ അത് കണ്ടുവരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തെങ്കിലും ഒരു ബലഹീനതയുണ്ടെങ്കിൽ ആ ബലഹീനതയെ കൂടുതൽ കാണിച്ച് അതിനെ ഹൈലൈറ്റ് ചെയ്ത് ആ വ്യക്തിയെ താറടിക്കുന്ന സ്വഭാവം പലപ്പോഴും നമ്മുടെ ഇടയിൽ, മലയാളികളുടെ എന്ന സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ പറയണം എന്ന് എനിക്ക് തോന്നാറുണ്ട്, മലയാളികളുടെ ഇടയിൽ അല്പം കൂടുതലാണ്. കാരണം മനുഷ്യ ജീവിതത്തിന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ. ഇയ്യോബിന്റെ ഭാര്യയോടൊരു പ്രശ്നം ഇതാണ്, ചൊറിയുന്ന സ്വഭാവം. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്നവരോട് ഞാൻ സ്നേഹത്തോട് പറയട്ടെ, എവിടെ ചൊറിഞ്ഞാലും ചൊറിയും. അതിനെ വെറുതെ വിട്ടേ. എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ട്. ബലഹീനതയില്ലാത്തവരായി പൂർണ്ണരായി ഈ ലോകത്തിൽ ആരും പിറന്നിട്ടില്ല. എല്ലാ ജീവിതങ്ങളിലും ബലഹീനതകളുണ്ട്. ആ ബലഹീനതകളെ ഉൾക്കൊള്ളുവാനും അതിനെ മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം. പക്ഷെ പലപ്പോഴും ഈ ബലഹീനതകളെ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ മറക്കാറുണ്ട്, നമ്മൾ പൊറുക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാറില്ല? മറക്കാറില്ല. നമ്മൾ പൊറുക്കാറുണ്ട്, പക്ഷെ മറക്കാറില്ല. ഇംഗ്ലീഷിലൊരു വാക്ക് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളൊരു വാക്യമുണ്ട്, we bury our problems alive, not dead. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ കുഴിച്ചു മൂടും. എങ്ങനെയെന്നറിയാമോ? ജീവനോടെ കുഴിച്ചു മൂടും. അപ്പൊ പിന്നെ പ്രത്യേകത എന്താ? ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പുറത്തു വരും. നമ്മൾ പറയാറില്ലേ, ഞാനൊന്നും ഇപ്പോ പറയുന്നില്ലെന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം എവിടെയുണ്ട്? മനസ്സിലുണ്ട്. വേണ്ടപ്പോ ഈ സാധനം പുറത്തു വന്നോളൂ, അല്ലേ? കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. ഇതെവിടെ പോയി കിടക്കും? റീസൈക്കിൾ ബിന്നിൽ കിടക്കും. അത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. റീസൈക്കിൾ ബിന്നിൽ കിടക്കുന്നതും നമ്മൾ എന്നാ ചെയ്യും? ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് അത്
ബാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഡെസ്ക്ടോപ്പിൽ മാത്രമല്ല ഡിലീറ്റ് കൊടുക്കേണ്ടത്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് റീസൈക്കിൾ ബിൻ തുറന്നിട്ട് ഓപ്പൺ ചെയ്യാനല്ല, പിന്നെ അത് ഡിലീറ്റ് ചെയ്യണം. ജീവിതത്തിലെ ചില സങ്കടങ്ങളൊക്കെ മറക്കണം, ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ മറക്കണം. അതുകൊണ്ട് ഈ പൊറുക്കുക മാത്രമല്ല, എന്തുകൂടെ ചെയ്യണം, മറക്കുകൂടെ ചെയ്യണം. ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഇയ്യോബിന്റെ ഈ ബലഹീനതയെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ ഭാര്യ പറയുന്നത്, നീ എന്തിനാണ് ദൈവത്തെ ഓർക്കുന്നത്? ആ ദൈവത്തെ മറന്നുകള, അവൻ എന്തു ഗുണമാണ് നിനക്ക് ചെയ്തിട്ടുള്ളത്? ഇയ്യോബ് പറയുന്ന വാക്കിതാണ്, but he said to her, you speak as one of the foolish women speaks. Shall we indeed accept good from God and not accept adversity? നമ്മൾ ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, അല്പം തിന്മയും കൂടെ, തിന്മ എന്നുള്ള വാക്കല്ല കേട്ടോ, അഡ്വേഴ്സിറ്റി എന്നുള്ളതിന് തിന്മ എന്നതല്ല കൃത്യമായിട്ടുള്ള ഒരു തർജ്ജമ. ശിക്ഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദൈവത്തിൽ നിന്ന് രക്ഷ കൈക്കൊള്ളുന്നു, ശിക്ഷയും കൂടെ കൈക്കൊള്ളരുതോ. ശിക്ഷിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നശിപ്പിക്കുക എന്നുള്ളതല്ല. വേദപുസ്തകം ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് മറ്റൊരു കോൺസെപ്റ്റാണ് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ മോശയിലൂടെ ദൈവം ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ധ്യാനിക്കേണ്ടുന്നതായ ചില വിഷയങ്ങളെ കുറിച്ച്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം, അവിടെ നാം കാണുന്നത്, ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തും പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തും എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. എത്ര സുന്ദരമാണ്! ജീവിതത്തിലെ ചില സംഘർഷങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം തരുന്ന സൂത്തണിങ് കംഫർട്ടിംഗ് വേർഡ്സ്, ദൈവം തരുന്ന നമ്മുടെ പ്രത്യാശ നിറയ്ക്കുന്ന പോസിറ്റീവ് എനർജി നമ്മളിൽ നിറയ്ക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തും പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തും എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. നമ്മൾ കാണുന്ന പരിമല തിരുമേനി ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ സുന്ദരനാണ്, മനോഹരനാണ്, ഹാൻസം പേഴ്സൺ. വടിയും മുടിയും കുപ്പായവും മാലയും ഒക്കെ ഇടുമ്പോ എത്ര സുന്ദരനായ, എത്ര വ്യക്തി പ്രാഭവമുള്ള പിതാവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത്, അദ്ദേഹത്തിന് ഈവൻ ടോയ്ലറ്റിൽ പോലും പോകുവാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹം ഇരുന്നത് സിംഹാസനങ്ങളിലല്ല, അദ്ദേഹം ഒരു വാഴയില വെട്ടി അതിലാണ് ഇരുന്നിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലെ രോഗങ്ങൾ, അദ്ദേഹത്തിന്റെ അബ്ഡോമിനൽ പ്രോബ്ലംസ്, ശരീരത്തിലുണ്ടായ രോഗങ്ങൾ, ഇരിക്കുവാൻ പോലും കഴിയാതെ വേദനയുടെ പാരമ്യതയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതാണ്, ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തും പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തും എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ചില പ്രതിസന്ധികൾ ദൈവം തരുമ്പോൾ അത് ജീവിതത്തെ രൂപപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന ചിന്ത നമ്മെ ഭരിക്കണം. ഇതിന് അനുയോജ്യമായ, ഇതിന് സിമിലറായ ഒരു വാക്യം നാം കാണുന്നത് പുതിയ നിയമത്തിൽ കാണുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. ഹീബ്രൂസ് 12:11. അവിടെ കാണുന്നത് വളരെ ശ്രദ്ധേയമായിട്ട് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ദുഃഖത്തിന്റെ പാരമ്യതയിൽ ജീവിക്കുമ്പോൾ ജീവിതത്തെ എങ്ങനെ കാണണമെന്ന് പൗലോസ് പറയുകയാണ്. അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട് ലോകത്തിന്റെ ശിക്ഷയെ കുറിച്ചും ദൈവത്തിന്റെ ശിക്ഷയെ കുറിച്ചും. ഇത് കമ്പയർ ചെയ്തിട്ട് പൗലോസ് 11-ാമത്തെ വാക്യം മുതൽ പറയുകയാണ്, അവനോ നാം നമ്മുടെ ഗുണത്തിനായി തന്നെ അവൻ നമ്മെ ശിക്ഷിക്കുന്നു. ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. എന്നാൽ അതിനാൽ അഭ്യാസം വന്നവനോ പിന്നത്തതിൽ നീതി എന്ന സമാധാനം ലഭിക്കും. എത്ര സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ! അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടുന്നതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. ഏറ്റവും അവസാനം പറയുന്നത് എന്താ? അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്, എന്നാൽ ആ ശിക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവൻ എന്ത് ലഭിക്കും? നീതി എന്ന സമാധാനം ലഭിക്കും. എനിക്കിത് ജീവിതത്തിൽ അനുഭവിക്കുവാനായി
2007 ദോഹയിൽ 3 നോമ്പിനോട് അനുബന്ധിച്ച് കൺവെൻഷനായിട്ട് ഞാൻ പോയി. എനിക്ക് 2 മക്കളാണ് എന്നുള്ളത് അച്ഛൻ പറഞ്ഞല്ലോ. ആ സമയത്ത് എന്റെ ഭാര്യ കൺവെൻഷൻ തീരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ നാട്ടിലേക്ക് വളരെ വേഗം മടങ്ങി വരണം. ഞാൻ ചോദിച്ചു അതെന്താ കാര്യം? എന്റെ ഇളയവരുടെ പേര് കൃപ എന്നാണ്. നമ്മുടെ കൃപ അവൾ കണ്ണു തുറന്നിട്ട് 2 ആഴ്ചയാകും. അവൾ സ്കൂളിൽ ബോധം കെട്ട് വീണു, വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഹോസ്പിറ്റലിലൊക്കെ ഞാൻ കാണിച്ചു. പക്ഷേ ഇപ്പോൾ അവർ കണ്ണു തുറക്കുന്നില്ല. ഡോക്ടേഴ്സ് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അച്ഛനെ അറിയിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൾ കണ്ണു തുറക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കാൻ. അവൾക്ക് പരിചയമുള്ള ഡോക്ടേഴ്സിനെയൊക്കെ അവൾ കാണിച്ചു. പെട്ടെന്ന് ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച, എന്റെ കുഞ്ഞ് കട്ടിലിൽ കിടന്ന് തലയിണയിൽ മുഖം പൂഴ്ത്തി അവൾ കിടക്കുകയാണ്. അവൾക്ക് എഴുന്നേൽക്കുവാനോ കണ്ണു തുറക്കുവാനോ കഴിയുന്നില്ല. പല ഹോസ്പിറ്റലിൽ പോയി CT സ്കാൻ ചെയ്തു. ഡോക്ടേഴ്സിനൊന്നും എന്താണ് കണ്ണിന്റെ പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല. തിരുവനന്തപുരത്ത് ചൈതന്യ എന്ന് പറയുന്ന കണ്ണ് മാത്രം ചികിത്സിക്കുന്ന ആശുപത്രിയിൽ പീഡിയാട്രിക് കോർണിയ സ്പെഷ്യലിസ്റ്റ് കുഞ്ഞിനെ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, ഫാദർ, കുഞ്ഞിന്റെ കണ്ണിന് ഒരു പ്രശ്നവും കാണുന്നില്ല. എന്താണ് ഈ കുഞ്ഞ് കണ്ണു തുറക്കാത്തത് എന്നും അറിയില്ല. അവസാനം ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് തിരുനെൽവേലിയിൽ അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ പോയി. നിങ്ങൾക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം, വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് ആദ്യം ഈ രോഗിയെ നോക്കും. എന്നിട്ടാണ് ഏത് സ്പെഷ്യാലിറ്റിയിലേക്കാണ് ഈ ആളിനെ വിടേണ്ടുന്നത് എന്ന് നിശ്ചയിക്കുന്നത്. 3 ഡോക്ടേഴ്സ് ചേർന്ന ഒരു പാനലാണ് എന്റെ കുഞ്ഞിനെ നോക്കിയത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ആ ഡോക്ടർ പറഞ്ഞ വാക്ക്, ഫാദർ ഡോണ്ട് വറി, ഒരു കുഴപ്പമില്ല. എനിക്ക് സത്യത്തിൽ ദേഷ്യമാ തോന്നിയത്. എന്റെ കുഞ്ഞ് കണ്ണു തുറന്നിട്ട് 2 ആഴ്ചയായി, പക്ഷെ ഡോക്ടർ പറയുന്ന ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു, ഡോക്ടർ വാട്ട് ഹാപ്പൻ, എന്താണ് എന്റെ കുഞ്ഞിന് പറ്റിയതെന്ന് പറ. ഡോക്ടർ വീണ്ടും പരിശോധിച്ചു. കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ പറഞ്ഞു, ഡോണ്ട് വറി, ഒരു കുഴപ്പമില്ല. ഇപ്പൊ കാണുന്ന ഈ സിംറ്റം കുഞ്ഞിന്റെ സൈനസ് പ്രോബ്ലമാണ്. കണ്ണിന്റെ പുറകിലുള്ള സൈനസൈറ്റിസിൽ ഇൻഫ്ലമേഷൻ ബാധിച്ച് അവിടെ കണ്ണു തുറക്കാൻ കുഞ്ഞിന് കഴിയാതിരിക്കുന്നതാണ്. ഡോക്ടർ ഇങ്ങനെ നിസ്സാരമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനും ഭാര്യയും കൂടെ അങ്ങോട്ട് മുഖത്തോട് മുഖം നോക്കി വളരെ സന്തോഷത്തോടെ ഇരിക്കുക. കാരണം എന്റെ ഭാര്യ ഒരു ഹോമിയോ പ്രാക്ടീഷണറാണ്. അപ്പൊ വേണമെങ്കിൽ ഹോമിയോ മരുന്നൊക്കെ കൊടുത്ത് ഈ സൈനസൈറ്റിസിന്റെ പ്രോബ്ലം ഒക്കെ ഒന്ന് പോക്കാം. അപ്പൊ ഞങ്ങൾ വളരെ ഈസി ആയിട്ട് നിർത്തുകയാണ്. കുറെ നേരം കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സ് വീണ്ടും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, പ്രോബ്ലം കുഴപ്പമൊന്നുമില്ല, ബട്ട് വൺ തിങ്, ഫാദറിന്റെ കുഞ്ഞിന്റെ വലത് കണ്ണിന്റെ കാഴ്ച 98% നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആ തമാശ നിറഞ്ഞ സന്തോഷം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഒരു പടുകുഴിയിലേക്ക് വീണ അവസ്ഥയുണ്ടായി. എന്റെ ഭാര്യയ്ക്ക് എപ്പോഴും മനസ്സിലായില്ല. കാരണം ഞങ്ങൾ ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളെ കാണാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് എപ്പോഴും മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഡോക്ടർ പറയുന്നത് നീ കേട്ടില്ലേ? കുഞ്ഞിന്റെ കാഴ്ച 98% നഷ്ടപ്പെട്ടു. എന്താണ് കുഞ്ഞിന് സംഭവിച്ചത്? ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഫാദറിന്റെ കുഞ്ഞിന് അംബ്ലിയോപ്പിയ എന്ന രോഗമാണ്. ഒപ്റ്റിക്കൽ നെർവിനുണ്ടാകുന്ന ശക്തിക്ഷയമാണ്. എന്താണ് അതിന്റെ കാരണമെന്ന് അറിയില്ല. അത് ജന്മനാൽ ഉണ്ടാകുന്ന ഒരു ജനറ്റിക് പ്രോബ്ലമാണ്. ഫാദറിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എന്റെ കുടുംബത്തിൽ ആർക്കുമില്ല. എന്റെ കുഞ്ഞിന്റെ കാഴ്ച 98% നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരിയായിരുന്നു. അതിന് 3-4 മാസം മുമ്പും മുതൽ കുഞ്ഞ് എഴുതുന്ന സമയത്ത് ബി എന്ന് എഴുതുമ്പോൾ ഡി എന്ന് ആകുമായിരുന്നു. സി അവൾ തിരിച്ചെഴുതുമായിരുന്നു. ഒരു ലൈനിൽ നിന്ന് അവളുടെ എഴുത്ത് ആരംഭിച്ചാൽ മറ്റൊരു ലൈനിലേക്ക് താഴോട്ട് പോകുമായിരുന്നു. അത് ഞാനും എന്റെ ഭാര്യയും പറഞ്ഞു, ഇവിടെ പഠിക്കാൻ വേണ്ടിയ നമ്മുടെ മൂത്ത മകൾ മഹിമ പഠിക്കാൻ വിടുകയാണ്. അവള് പഠിക്കുന്ന സ്ഥലത്താ ഇവള് പഠിക്കുന്നതെന്നാൽ ഇവളിങ്ങനെ മണ്ടിയാണെങ്കിൽ ഇവിടെ അവിടെ പഠിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ ഇതായിരുന്നു എന്റെ കുഞ്ഞിന്റെ പ്രശ്നം എന്നത് ഞങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, വാട്ട് ഈസ് ദ റെമഡി ഡോക്ടർ? കാരണം യാതൊരു മാർഗവുമില്ല. ഒരു പെൺകുഞ്ഞിന്റെ കാഴ്ച പോകുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ദുഃഖം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. ഞങ്ങൾ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് വളരെ ബലഹീനരായി അവിടെ നിൽക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, there is no remedy. ഓപ്പറേഷൻ നടത്താനൊക്കില്ല. കാരണം നെർവിനെ കത്തിവെച്ചാൽ അത് ബ്രെയിനിനെ ബാധിക്കും. ഇന്നുവരെയും ഇതിനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ ഹോസ്പിറ്റൽ
അടച്ചു വെക്കണം. എന്നിട്ട് കാഴ്ചയില്ലാത്ത കണ്ണ് തുറന്നു വെച്ച് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യണം. ആദ്യം 5 മണിക്കൂർ അത് ചെയ്യണം. ഇതാണ് ഡോക്ടർ നിശ്ചയിച്ച തെറാപ്പി. നമ്മൾ നിസ്സാരം എന്ന് പറയും, അതിനെന്താ, ഒരു കണ്ണ് അടച്ചു വെക്കണം, മറ്റേ കണ്ണ് തുറന്നു വെക്കണം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, 2 കണ്ണും കാണുന്ന നമുക്ക് 5 മിനിറ്റ് പോലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് വല്യപ്പച്ചന്മാരൊക്കെ നമ്മളോട് പറഞ്ഞത്, 2 കണ്ണുള്ളപ്പോൾ ഒന്നിൻ്റെത് അറിയില്ല എന്ന് പണ്ടേ പറഞ്ഞത്. നമുക്ക് അപ്പോ ഒന്നും മനസ്സിലായില്ല. എന്റെ കുഞ്ഞിന് എക്സസൈസ് തുടങ്ങി, അവൾക്ക് ഒരിക്കലും അതങ്ങോട്ട് വഹിക്കുവാൻ മനസ്സിലാക്കുവാൻ കഴിയാത്തതുപോലെ പ്രശ്നമായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു നിർത്തട്ടെ. 2007 മുതൽ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. ആഴ്ചയിൽ 1 വീതം പോയി, വീണ്ടും 2 ആഴ്ചയിൽ 1 ആയിട്ട് പോയി. 2010, 2012 വരെ ആ ട്രീറ്റ്മെന്റ് അതുപോലെ തുടർന്നു. ഡോക്ടർ പിന്നീട് പറഞ്ഞു, ഈ എക്സസൈസ് 5 മണിക്കൂർ ഇനി ചെയ്യണമെന്നില്ല, കുറെ കൂടെ അതിന്റെ ടൈം സ്പാൻ നമുക്ക് കുറയ്ക്കാം. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഈ കുഞ്ഞിന്റെ കാഴ്ചയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഡോക്ടർ പറഞ്ഞു, വെയിറ്റ്, നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടേക്ക് വരുന്നതിന് 3 ആഴ്ച മുമ്പ് എന്റെ കുഞ്ഞിനെയുമായിട്ട് വീണ്ടും ഒരു ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാം ചെയ്തിട്ട് പറഞ്ഞു, ഫാദർ, യു ആർ ദ ലക്കിയസ്റ്റ് പേരന്റ്. താങ്കളൊരു ഭാഗ്യവാനായ അപ്പനാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഡോക്ടർ? അദ്ദേഹം പറഞ്ഞു, ഫാദറിന്റെ കുഞ്ഞിന്റെ കണ്ണിന്റെ കാഴ്ച 80% റീഗെയിൻ ചെയ്തിരിക്കുന്നു. ഇനിയും നഷ്ടപ്പെടാതെ ആ എക്സസൈസ് തുടരണം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അടുത്തു പറഞ്ഞ വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുവാൻ, ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയത്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് താങ്കളൊരു ഭാഗ്യവാനായ പിതാവെന്ന് ഞാൻ പറഞ്ഞത് എന്നറിയാമോ? താങ്കളുടെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ കുഞ്ഞിന്റെ പ്രത്യക്ഷമായ സിംറ്റം, അത് കുഞ്ഞിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, കണ്ണ് തുറക്കുന്നില്ല എന്നതായിരുന്നു. അത് സൈനസ് പ്രോബ്ലമാണ്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ആ സിംറ്റം തന്നത് ഈ കാഴ്ച പോകുന്നു എന്നത് നിങ്ങളെ അറിയിക്കാനായിട്ടാണ്. കാരണം കുഞ്ഞിന്റെ കാഴ്ച ഈ പ്രായത്തിൽ പോകുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചത് ഈ പ്രശ്നം നിങ്ങളുടെ കുഞ്ഞിന് ഉണ്ടായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, തിരുനെൽവേലി അരവിന്ദ ആശുപത്രിയുടെ തണുത്ത തറയിൽ നിന്നുകൊണ്ടാണ് എനിക്കപ്പോൾ പൗലോസ്ലിഹായുടെ വാചകത്തെ ഏറ്റവും ശ്രദ്ധേയമായി മനസ്സിലാക്കുവാൻ ഇടയായത്. ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. അത് അച്ഛനാണെങ്കിലും മെത്രച്ഛനാണെങ്കിലും അത് സാധാരണ വിശ്വാസിയാണെങ്കിലും ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന സങ്കടങ്ങൾ, ദൈവം തരുന്ന സംഘർഷങ്ങൾ, അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ കഴിയണം. ഇസ്രായേൽ മക്കളോട് ദൈവത്തിന് പറയാനുള്ള ജീവിതത്തിന്റെ ഫസ്റ്റ് ലെസൺ ഇതാണ്: ലൈഫ് ഈസ് ഓൾവേസ് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. ഉയർച്ചകളിൽ അഹങ്കരിക്കരുത്, താഴ്ചകളിൽ അടിപതറിപ്പോകരുത്. ഉയർച്ചകൾ തന്ന ദൈവത്തെ എപ്പോഴും ഓർക്കണം. താഴ്ചകളിൽ ആ ദൈവം എന്നെ വഴി നടത്തുമെന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, വളഞ്ഞ വഴികളിൽ പോലും നേർരേഖ വരയ്ക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വളഞ്ഞ വഴികളിൽ പോലും നേർരേഖ വരയ്ക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. ആംഗലേയ സാഹിത്യകാരനായ ബ്രിട്ടീഷ് ഒറിജിനായ സോമർസെറ്റ് മോമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം 2012 എഴുതിയ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഒരു ബുക്കുണ്ട്. അത് മലയാളത്തിലേക്ക് DC ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തു. കപ്പിയാർ എന്ന ടൈറ്റിലോടുകൂടി ആ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിന്റെ മലയാളം വായിക്കുവാൻ ഒരിക്കലും എനിക്ക് ഭാഗ്യമുണ്ടായി. ആ വളരെ നിസ്സാരമായ ലളിതമായിട്ടുള്ള ഒരു നോവലാണ്. നോവൽ എന്ന് പറയണോ ഒരു ഷോർട്ട് സ്റ്റോറിയാണെന്ന് അറിയില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു കഥ. സ്മിത്ത് എന്ന് പറയുന്ന ഒരു പള്ളിയിലെ കപ്പ്യാരെ കുറിച്ചാണ് ആ ചെറിയ പുസ്തകം വിവരിക്കുന്നത്. സ്മിത്ത് ഒരു പള്ളിയിലെ നല്ല കപ്പ്യാർ. എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാം, പക്ഷെ ഒരു കാര്യമുള്ളൂ, അക്ഷരാഭ്യാസം ഇല്ല. ആ പള്ളിയിലേക്ക് പുതിയൊരു അച്ഛൻ സ്ഥലം മാറിയോ. ഈ അച്ഛൻ പറഞ്ഞു, ഈ പള്ളിയിലെ എല്ലാ ആളുകളും ലിറ്ററേറ്റ് ആയിരിക്കണം, അവർ അക്ഷരം പഠിക്കണം. സ്മിത്തിന് എല്ലാ കാര്യവും അറിയാം, പക്ഷെ അക്ഷരം മാത്രം അറിയത്തുള്ളൂ. നമ്മുടെ പഴയ ചില
ആരാധനയുടെ ക്രമങ്ങളെല്ലാം വായിച്ചതുപോലെ ഇദ്ദേഹത്തിനെല്ലാം അറിയാം. പക്ഷെ അച്ഛന്റെ ഓർഡർ കഴിഞ്ഞപ്പോഴേക്കും സ്മിത്ത് വിഷമിച്ചു. അച്ഛൻ പറഞ്ഞു, ഓക്കെ, നീ വിഷമിക്കേണ്ട, 2 മാസം നിനക്ക് തരാം, നീ അതിന്റെ ഇടയ്ക്ക് പഠിച്ചാൽ മതി. എന്തായിരുന്നാലും 2 മാസം കൊണ്ട് ഈ മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട് നോക്കി, പക്ഷെ ഒരക്ഷരം പോലും പഠിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവസാനം അച്ഛൻ ഇയാളെ സസ്പെൻഡ് ചെയ്തു. ഇയാൾ പുറത്തായി. നല്ല കോൾഡ് വെതർ, നല്ല വിന്റർ സീസൺ, ഈ സമയത്ത് ഇയാൾ പുറത്തായത്. എങ്ങുമില്ല അദ്ദേഹത്തിന് താമസിക്കാനിട. പള്ളിയുടെ തൊട്ടു മുമ്പിലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു മതിലും ചാരി നിൽക്കുകയും അപ്പോൾ അദ്ദേഹത്തിന് തോന്നലുണ്ടായത്, ഒന്ന് പുകവലിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ തണുപ്പിന് ഒരാശ്വാസം ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം നോക്കി, അവിടെ എല്ലാം നോക്കിയിട്ടൊരു സിഗരറ്റ് കിട്ടുവാൻ അദ്ദേഹം നോക്കിയിട്ട് ഒരു സിഗരറ്റ് കിട്ടുന്നില്ല. അദ്ദേഹത്തിന് തോന്നി, എടാ, ഈ ഗ്രാമത്തില് പുകയില കച്ചവടം തുടങ്ങിയാൽ കുറച്ചുകൂടെ ആളുകൾക്കത് പ്രയോജനകരമായി മാറുമല്ലോ. ആ കഥ ഇങ്ങനെയാണ് പറയുന്നത്. ഈ മനുഷ്യൻ ഒരു പുകയില ചെറിയ കട തുടങ്ങി. അത് കഴിഞ്ഞ് ബ്രിട്ടനിലേക്ക് പുകയില ഇമ്പോർട്ട് ചെയ്യുവാൻ തുടങ്ങി. അദ്ദേഹം ഒരു ബില്യണറായിട്ട് മാറി. അങ്ങനെ മാറിക്കഴിഞ്ഞ് അദ്ദേഹം അക്ഷരം അറിയില്ല. അദ്ദേഹത്തിന്റെ പണമൊക്കെ ബാങ്കിൽ നിക്ഷേപിച്ചു. എല്ലാം SB അക്കൗണ്ടിലാണ് അദ്ദേഹം നിക്ഷേപിക്കുന്നത്. കാരണം എങ്ങനെയാണ് പണം അല്ലാതെ ചെയ്യണം, ഷെയറിലിടണോ അത് മറ്റെന്തെങ്കിലും ചെയ്യണോ എന്ന് ഈ മനുഷ്യൻ അറിയില്ല. ഇങ്ങനെ SB അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. കോടിക്കണക്കിന് ബില്യൺസ് മണിയായി. ആ സമയത്ത് ഈ ബാങ്കില് ഒരു പുതിയ മാനേജർ ചാർജ് എടുത്തു. ഈ മാനേജർ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് നോക്കിയപ്പോ ഇത്രയും പണം ഇതിനകത്ത് കിടക്കുന്നു. ഇതാരാണ് ഈ മനുഷ്യൻ? ഇദ്ദേഹം എന്തുകൊണ്ടാണ് കുറെ കൂടെ ഗുണപരമായി ഇത് വിനിയോഗിക്കാത്തത് എന്ന് ചിന്തിച്ചിട്ട് ഈ സ്മിത്തിന്റെ അടുക്കലേക്ക് മാനേജർ വന്നു. മാനേജർ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തോട് സംസാരിച്ചു. ഇദ്ദേഹത്തോട് ചോദിച്ചു, സർ, അങ്ങേക്ക് ഇത്രയും പണം ബാങ്കിലുണ്ടല്ലോ, എന്തുകൊണ്ട് ഇത് മറ്റുള്ള കാര്യങ്ങൾക്ക് ഷെയറിനൊക്കെ ഇട്ട് കുറെ കൂടെ പണം ഉണ്ടാക്കിക്കൂടാ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സ്മിത്ത് പറഞ്ഞു, എനിക്ക് അക്ഷരമൊന്നും അറിയില്ല, ഇതെങ്ങനെ ചെലവാക്കണം എന്നറിയില്ല, എനിക്ക് അക്ഷരം അറിയില്ല എന്ന് സ്മിത്ത് പറഞ്ഞപ്പോ ഈ മാനേജർ ആത്മകഥം ചെയ്ത വാക്കിങ്ങനെയാണ്, എന്റെ ദൈവമേ, അക്ഷരം അറിയാഞ്ഞിട്ട് ഇത്രയും പണം, അക്ഷരം അറിയാമായിരുന്നെങ്കിലോ. അത് അല്പം ലൗഡറായി പോയി. സ്മിത്ത് പറഞ്ഞു, പഴയ കപ്പ്യാരായി തുടർന്നേനെ. പ്രിയപ്പെട്ടവരെ, വളഞ്ഞ വഴിയിലൂടെ നേർരേഖ വരയ്ക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. സങ്കടങ്ങൾക്കെല്ലാം ദൈവം പരിഹാരം തരും. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സെന്റ് മാത്യു ചാപ്റ്റർ 11 verse 30, my yoke is easy and my burden is light. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. ജീവിതത്തിന്റെ സകല സങ്കടങ്ങളിലൂടെ, സംഘർഷങ്ങളിലൂടെ കടന്നു പോയപ്പോ 1991 ഏപ്രിൽ 16 എന്റെ പിതാവ് ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. എന്റെ പള്ളിയിൽ OVBSന്റെ കൺവീനറായി സേവനമനുഷ്ഠിച്ച് ആ OVBSന്റെ ലാസ്റ്റ് മീറ്റിങ്ങിന് സ്വാഗതം പറയുന്ന സമയത്ത് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അച്ഛനായി തീരുവാനുള്ള ഒരു പ്രേരണയും ഉണ്ടായത്. കാരണം എന്റെ അപ്പ മരിച്ചു കഴിഞ്ഞപ്പോ ചില ആളുകളൊക്കെ ചില പോസ്റ്റ് കാർഡിൽ എഴുത്തുകളൊക്കെ എന്റെ വീട്ടിലേക്ക് എഴുതി. എന്റെ അമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് പള്ളിയിൽ വെച്ച് മരിച്ചു, പിന്നെ ആ പള്ളിക്ക് എന്താണ് ശക്തി? നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാത്ത കന്യാമറിയത്തിന്, എന്റെ അമ്മയുടെ മാതാവിന്റെ പള്ളിയാണ് എന്റെ ദേവാലയം, കന്യാമറിയത്തിന് എന്താണ് ശക്തി? എന്റെ വല്യപ്പച്ചൻ 87 മരിച്ചു, അപ്പ 91 മരിച്ചു. 4 വർഷത്തിന്റെ ഇടയിൽ 2 മരണങ്ങൾ. ബിസിനസ്സും മുഴുവൻ തകർന്നു. കൊടുക്കേണ്ടുന്നവർക്ക് കൊടുക്കണം, എന്നാൽ തരാനുള്ളവരൊന്നും തരാതിരിക്കുന്നു. വളരെ കൺഫ്യൂഷനായിട്ടുള്ള ഒരു കവോട്ടിക് സ്റ്റേജിലേക്ക് എന്റെ കുടുംബം മാറി. അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതൊക്കെ വിട്ട് മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ പോയി എങ്ങനെയെങ്കിലും ഒരു എസ്കേപ്പ് നടത്തണം, രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം എന്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, നോ, എന്റെ അപ്പായെയും അപ്പച്ചനെയും നോക്കാൻ കഴിയാത്ത, അവരുടെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു ആത്മീയതയുടെ പുറകെ പോകാൻ ഞാനില്ല. പ്രിയപ്പെട്ടവരെ, അന്നാണ് എനിക്കൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്. എന്റെ ദേവാലയത്തിന്, എന്റെ സഭയ്ക്ക്, പരിശുദ്ധ മാതാവിന് ദൈവാനുഗ്രഹമുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ ഞാനൊരു വൈദികനാകണം എന്നുള്ള ആഗ്രഹത്തോടെ വൈദിക ശുശ്രൂഷയുടെ പാതയിലേക്ക് പോകുവാൻ ഞാൻ തയ്യാറെടുത്തത്. ഞാൻ പറഞ്ഞത്, ജീവിതത്തിന്റെ സംഘർഷങ്ങൾ ഏറെ അധികമായി ജീവിതത്തിൽ ഉണ്ടായപ്പോഴും എന്നെ ആശ്വസിപ്പിച്ച ഒരു വാക്യം ഇതാണ്, മൈ യോക്ക് ഈസ് ഈസി and my burden is light. എന്റെ മുഖം
എന്താണ് കർത്താവ് അത് പറയുന്നത്? ഇതിന് പശ്ചാത്തലമുണ്ട്. നസ്രത്തിൽ അനേകം തച്ചന്മാരുണ്ട്. അനേകം തച്ചന്മാർ നസ്രത്തിലുണ്ട്. അവരെല്ലാം യോഗ് ഉണ്ടാക്കി വെക്കും. റെഡിമെയ്ഡ് യോഗ്സ് ഉണ്ട്. ഇതിന്റെ അടുത്തേക്ക് ആളുകൾ ചെന്നിട്ട് ഈ റെഡിമെയ്ഡ് ആയിട്ട് നുകം വാങ്ങിച്ച് കൊണ്ടുപോയി ഉഴുതാൽ മതി. എന്നാൽ നസ്രത്തിൽ യേശു എന്ന പേരുള്ള ഒരു തച്ചൻ ഉണ്ടായിരുന്നു. ആ തച്ചന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആ തച്ചന്റെ അടുക്കൽ ആരെങ്കിലും നുകം വാങ്ങിക്കാൻ ചെന്നാൽ അദ്ദേഹം പറയും, എനിക്ക് ഉരുവിനെ കാണണം. ഏതു കാളയുടെ കഴുത്തിലാണോ ഈ നുകം വെക്കേണ്ടുന്നത്, ആ കാളയെ കണ്ടിട്ട് അതിന് അനുയോജ്യമായ നുകം മാത്രമേ ഞാൻ ഉണ്ടാക്കുള്ളൂ. ഇതാണ് നസ്രയത്തിൽ ജീവിച്ചിരുന്ന മറ്റു തച്ചന്മാരിൽ നിന്ന് യേശു എന്ന തച്ചനെ വേറിട്ട് നിർത്തിയത്. കർത്താവ് നമ്മളോട് പറയുകയാണ്, My yoke is easy and my burden is light. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് ദൈവം പരിഹാരം തരും. ദൈവം കൂടെയുണ്ട്. നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എന്ത് സംഘടനകൾ, എന്ത് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും അവൻ കൂടെയുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ കുറെ കൂടെ ബാലൻസായി, കുറെ കൂടെ സമതുലനാവസ്ഥയിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ജീവിതം എന്ന് പറയുന്നത് കാണിച്ച് ജീവിക്കാൻ ഉള്ളതല്ല. ജീവിതം എന്ന് പറയുന്നത് ഒളിച്ചോടുവാനും ഉള്ളതല്ല. ജീവിതം എന്ന് പറയുന്നത് ജീവിച്ച് കാണിക്കാൻ ഉള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് കാണിച്ച് ജീവിക്കാൻ ഉള്ളതല്ല. ജീവിതം എന്നാൽ ജീവിച്ച് കാണിക്കാൻ ഉള്ളതാണ്. ജീവിതം ജീവിച്ച് കാണിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. ലൈഫ് ഈസ് നോട്ട് എ സാൽവേജ് ടു ബി സെർവ്ഡ് ഔട്ട് ഓഫ് ദി വേൾഡ്. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ടു ബി യൂസ്ഡ് ഇൻ ദ വേൾഡ്. ഇത് ഉപയോഗിക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഈ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ, അനുഗ്രഹങ്ങൾ സമൃദ്ധിയായിട്ട് ദൈവം തമ്പുരാൻ നൽകട്ടെ. അതുകൊണ്ട് ദൈവം കൊടുക്കുന്ന ഒന്നാമത്തെ പാഠം ഇതാണ്: നിങ്ങൾ ചെല്ലുന്ന നാട് മലകളും താഴ്വാരങ്ങളും ഉള്ളതാണ്. രണ്ടാമതായിട്ട് കുറെ കൂടെ സുന്ദരമായി ആ നാടിനെ കുറിച്ച് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: that should provide by the Almighty Lord. ആ നാട് ദൈവം പരിപാലിക്കുന്ന നാടാണ്. ദൈവത്തിന്റെ പരിപാലനമുള്ള നാടാണ്. ദൈവത്തിന്റെ പരിപാലനവും പരിരക്ഷയും ദൈവം ആ നാട്ടിൽ കൂടെയുണ്ട്. ഇതാണ് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിപാലനം ഈസിയായ ഒന്നല്ല. ഗോഡ്സ് പ്രോവിഡൻസ് ഈസ് നോട്ട് ആൻ ഈസി പ്രോവിഡൻസ് ബട്ട് എ സേഫ് വൺ. ദൈവത്തിന്റെ വഴികൾ എളുപ്പ വഴികളല്ല, പിന്നെ സുരക്ഷിതമായ വഴികളല്ല. അത് പെരിഫറൽ അല്ല, അത് വെറുതെ പറയുന്നതല്ല. ദൈവം ഇസ്രായേൽ മക്കളോട് പറയുക, മക്കളെ, അവിടെ മലയും താഴ്വാരവും ഉണ്ട്, പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ആ നാട് ആര് പരിപാലിക്കും? ഞാൻ പരിപാലിക്കും. എന്റെ പരിരക്ഷയുണ്ടാകും. എങ്ങനെയാണ് ദൈവം പരിപാലിക്കുന്നത്? ഇവിടെ അതിന് ഒരു മാതൃക കൂടെ തരികയാണ്. The eyes of your Lord God are always upon it from the beginning up to the end. ദാവീദ് പ്രാർത്ഥിച്ചത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകും. 2004 ജൂലൈ 15 ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവന്റെ മുറ്റത്ത് വലിയ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം ലോകത്തിലുള്ള എല്ലാ ഡിക്റ്റേറ്ററീസിനെയും വിളിച്ചു കൂട്ടിച്ചേർക്കുന്ന, ഡിപ്ലോമാറ്റ്സിനെയും വിളിച്ചു കൂട്ടിച്ചേർക്കുന്ന വലിയൊരു മീറ്റിംഗ് ആണ്. 3000-ൽ പരം ആളുകളാണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഭവന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഹാളിൽ അത് നടത്തുവാനായിട്ട് സ്ഥലം തികയില്ല. അബ്ദുൽ കലാമിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഡോക്ടർ PN നായരാണ് ഈ പ്രോഗ്രാം എല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നത്, ചാർട്ട് ചെയ്യുന്നത്. PN നായർ എല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജൂലൈ 15 കാലാവസ്ഥ വെതർ റിപ്പോർട്ട് കൊടുത്തിരുന്നത് ഡൽഹിയിൽ മഴ പെയ്യില്ല എന്നാണ്. വളരെ പ്രശാന്തമായി അന്തരീക്ഷം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മീറ്റിംഗ് ആരംഭിക്കേണ്ടത്. പക്ഷെ ഉച്ചയ്ക്ക് ഒരു 11:30 ആയപ്പോഴേക്കും
ഡൽഹിയിൽ അവിടെ ഇവിടെയായി വളരെയധികം മഴ പെയ്യുന്നു എന്ന റിപ്പോർട്ട് PNRയുടെ അടുക്കൽ വന്നു. ഒരുപക്ഷെ വെതർ റിപ്പോർട്ടുകൾ അമേരിക്കയിലെ പോലെ അത്ര കൃത്യമായി ഇന്ത്യയിൽ നടക്കുവാൻ കഴിയാത്തതുകൊണ്ടാകും. എന്തായിരുന്നാലും PNRക്ക് വലിയ പ്രയാസമായി. ഈ വെളിയിൽ നടക്കുന്ന ഈ മീറ്റിംഗ് മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് നടക്കുവാൻ കഴിയില്ല. PNR വളരെ വിഷമിച്ച് അവിടെ ഇവിടെ ഇങ്ങനെ നടക്കുകയും ഇടയ്ക്ക് അബ്ദുൽ കലാമിന്റെ മുമ്പിലേക്ക് ചെന്നു. അബ്ദുൽ കലാം PNRയുടെ മുഖം കണ്ടിട്ട് ചോദിച്ചു, നായർ വാട്ട് ഹാപ്പൻഡ് ടു യു? എന്താ സംഭവിച്ചേ? നായർ പറഞ്ഞു, ഒന്നുമില്ല, നത്തിങ്. കുറെ നേരം കഴിഞ്ഞ് വീണ്ടും അബ്ദുൽ കലാം ചോദിച്ചു, നായർ വാട്ട് ഹാപ്പൻഡ് ടു യു? അദ്ദേഹം പറഞ്ഞു, സർ, ഇതാണ് പ്രശ്നം. മഴ പെയ്യില്ല എന്നായിരുന്നു വെതർ റിപ്പോർട്ട്. പക്ഷെ മഴ പെയ്യാൻ ആരംഭിച്ചു. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ പ്രയാസമാകും. അബ്ദുൽ കലാം ഒന്നും നായരോട് പറഞ്ഞില്ല. മൂന്നാമത്തെ പ്രാവശ്യം നായരെ കണ്ടപ്പോ അബ്ദുൽ കലാം പറഞ്ഞു, നായർ ഡോണ്ട് വറി, ഐ ടോൾഡ് ഓൾ തിങ്സ് ടു ഹിം. പേടിക്കണ്ട, ഞാൻ എല്ലാം അങ്ങരോട് പറഞ്ഞിട്ടുണ്ട്. PN നായർക്ക് അതിശയമായി. ഒന്നാമത് ഇദ്ദേഹത്തെ കുറിച്ചൊരു മാഡ്നസ് ഉണ്ടെന്നാ പറയും. ഇന്നലെ എന്നോ ആരോടെ പറഞ്ഞേ? ഇദ്ദേഹം ഇന്ത്യയുടെ ആർമി ചീഫാണ്. വേണമെങ്കിൽ അർജുൻ ടാങ്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് വെടിവെക്കാൻ ഓർഡറുണ്ട്. പക്ഷെ മഴ പെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ ഒക്കുന്നത്? പണ്ട് വരുണ ഭഗവാനെ അർജുനൻ അമ്പ ചെയ്തതുപോലെ വല്ലതും ചെയ്യാൻ ഒക്കുമോ? ഇദ്ദേഹം ഇന്ത്യയുടെ നേവിയുടെ ചീഫാണ്. INS വിരാട് പോലെയുള്ള കപ്പലുകളിൽ നിന്ന് മിസൈൽ കൊടുക്കാം. പക്ഷെ മഴയ്ക്ക് എന്നാ ചെയ്യാൻ ഒക്കും? മിസൈൽ കൊടുത്താൽ മഴ പെയ്യാതിരിക്കുമോ? ഇദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫാണ്. മിഗിൽ അല്ലെങ്കിൽ ജാഗ്വാർ വിമാനങ്ങളിൽ അദ്ദേഹത്തിന് കാർബൺ ബോംബിങ്ങിന് ഓർഡർ. പക്ഷെ മഴ പെയ്യാതിരിക്കാൻ എന്നാ ചെയ്യുന്നത്? നായർ എഴുതുകയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മൈ എക്സ്പീരിയൻസ് വിത്ത് ദ പ്രസിഡന്റ്. അതിനകത്ത് അദ്ദേഹം ഈ സംഭവം എഴുതിയിട്ട് നായർ അവസാനം ഇങ്ങനെയാണ് എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് മീറ്റിംഗ് ആരംഭിച്ചു. 4:15 മീറ്റിംഗ് ഡിസ്പോസ് ചെയ്തു. അത് അവസാനിച്ചു. ഈ ഡിപ്ലോമാറ്റ്സ് എല്ലാം പല സ്ഥലങ്ങളിലേക്ക് പോയി. അടുത്ത മിനിറ്റ് മുതൽ തുമ്പിക്കൈ വണ്ണത്തിൽ തുള്ളിക്കൊരു കുടം പോലെ മഴ പെയ്തു. നായർ ഒരു ഫുട് നോട്ടായി അദ്ദേഹത്തിന്റെ ഈ അനുഭവത്തിന്റെ താഴെ എഴുതിയിരിക്കുകയാണ്, There I understand there is a higher person, even the highest one. There I understand there is a higher person, even the highest one. ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസണേക്കാൾ വലിയവരായ ഒരാളുണ്ട് എന്നത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ആ ദൈവത്തെ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം ഈ നാടിനെ കുറിച്ച് രണ്ടാമതായിട്ട് പറയുന്നത്, എന്റെ പ്രൊവിഷൻ അവിടെയുണ്ട് എന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഐസയ ചാപ്റ്റർ 30 verse 21. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, when you are turned to the left or right, you can hear a way behind. This is the way and you go through that way. ദൈവം നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും കണ്ണുനീരിന്റെ പാനപാത്രവും കുടിക്കുവാൻ തന്നാലും നീ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിറകിൽ നിന്ന് വഴി ഇതാകുന്നു, ഇതിലേ പോവുക. ഇത് നമുക്ക് കണ്ടുപിടിച്ച് തന്നയാളാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. ഈ ദൈവത്തെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് തന്ന ആളാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. When we are praying before the Almighty Lord, when we are meditating before we are seeing the Almighty Lord, പരിമല തിരുമേനി നമുക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി. എല്ലാം കരുതുന്ന, എല്ലാറ്റിലും കരുതൽ തരുന്ന ദൈവത്തെ പരിശുദ്ധനായ പരിമല തിരുമേനി പരിചയപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ആ ദൈവം തരുന്ന വാക്ക് നമുക്ക് സ്വീകരിക്കാം. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ നടക്കുക എന്ന ഒരു ശബ്ദം പിറകിൽ നിന്ന് കേൾക്കും. പറഞ്ഞതായിരുന്നു എന്റെ മനസ്സിലും പണ്ട്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഞാൻ ആടുകളുടെ വാതിൽ ആകുന്നു. I am the door of the ship. How can we explain that? I am the tail of the ship എന്ന് പറഞ്ഞാൽ മനസ്സിലാകും.
ഞാൻ ആടിന്റെ വാലാണെന്ന് പറഞ്ഞ്, ഇടയനാണെന്ന് പറഞ്ഞ് മനസ്സിലാകാം. ഹൗ ക്യാൻ ബി എ പേഴ്സൺ ബിക്കം ദ ഡോർ ഓഫ് എ ഷീപ്പ്? പക്ഷെ യേശു പറയുക, ഞാൻ ആടുകളുടെ വാതിലാകും. എന്താണ് അതിന്റെ അർത്ഥം? ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഒരു ഇടയ ശുശ്രൂഷ എന്നത് നമുക്ക് മനസ്സിലാക്കണം. പല ഇടയന്മാര് പല നാടുകളിൽ പലതരത്തിലുള്ള ഇടയന്മാരാണ് ഉള്ളത്. ഭാരതത്തിൽ ഇടയൻ എന്ന് പറയുന്നത്, ഇടയൻ ആടുകൾ മുമ്പിൽ നടക്കും, ഇടയൻ ആടുകളെ തെളിച്ചുകൊണ്ട് പിറകിൽ നടക്കും. യൂറോപ്പിലാണെങ്കിലോ ആടുകളെ നോക്കാനായിട്ട് പട്ടിയുണ്ട്. ഇടയൻ ഒരു കൗബോയ് തൊപ്പിയൊക്കെ വെച്ച് കുതിരപ്പുറത്തിരിക്കും. അങ്ങനെ യൂറോപ്പിൽ, ജർമ്മനിയിൽ ആടിനെ നോക്കുന്ന പട്ടി അടൂര് വന്നപ്പോൾ ആ പട്ടിക്ക് എന്ത് പേരായി? പട്ടിക്ക് പേരായി ജർമ്മൻ ഷെപ്പേർഡ്. വളർത്താറുണ്ടോ? ഉണ്ട്. ഇവിടെ ഇല്ലെങ്കിലും നാട്ടിലൊക്കെ ഉണ്ട്. യൂറോപ്പിൽ എങ്ങനെയാണ്? ഇടയൻ കുതിരപ്പുറത്ത് കൗബോയ് തൊപ്പിയുമായിട്ടിരിക്കും, പട്ടികൾ ആരെ നോക്കും? ആടിനെ നോക്കും. എന്നാൽ പലസ്തീനിൽ വ്യത്യസ്തമാണ്. പലസ്തീനിൽ ഇടയൻ മുമ്പിലാണ് പോകുന്നത്. ആടുകൾ ഇടയന്റെ ശബ്ദം കേട്ട് ഇടവാതിൽ ആകുന്നു. എത്ര ചിന്തിച്ചാലും മതിയാകില്ല പ്രിയപ്പെട്ടവരെ. എന്റെ ജീവിതത്തിന്റെ വാതിലാണ് ആര്? യേശു തമ്പുരാൻ. എന്റെ ജീവിതത്തിൽ അവൻ നെടുങ്ങനെ കിടക്കുകയാണ്. ഒന്നും അകത്തേക്ക് വരാതെ, ഒന്നും എന്റെ ജീവിതത്തിൽ ഞാൻ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കണം, അവന്റെ നെഞ്ചിൽ ചവിട്ടിയാണ് ഞാൻ പോകുന്നത് എന്ന ചിന്ത എന്റെ മനസ്സിനെ എപ്പോഴും ഭരിക്കണം. ഇവിടെ ദൈവികമായ ഒരു കരുതലിനെ കുറിച്ച് നാം പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ഞാൻ ആടുകളുടെ വാതിൽ ആകുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ കുറിച്ചുള്ള രണ്ട് ദർശനങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിഞ്ഞത്. ഒന്നാമതായി, ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചകളും താഴ്ചകളും ഉള്ളതാണ്. രണ്ട്, ഉയർച്ചയും താഴ്ചയും ഉണ്ടാകട്ടെ, പക്ഷേ ദൈവം അതിനെ കരുതൽ ചെയ്യുന്നതാണ്. വെറുതെ കരുതൽ ചെയ്യും എന്നല്ല. ആ ദൈവം വെറുതെ പറയുകയല്ല. ദൈവം പറയുന്നു, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ എന്റെ കണ്ണ് നിന്റെ മേൽ ഉണ്ടാകും. ഇതിന്റെ തുടർച്ചയുള്ള ചില വ്യാഖ്യാനങ്ങളും ഉണ്ടെങ്കിലും അച്ഛൻ എനിക്ക് അനുവദിച്ചു തന്ന സമയം അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രണ്ട് ചിന്തകൾ പരിശുദ്ധനായ പരമല തിരുമേനിയുടെ പെരുന്നാളിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കട്ടെ. ലൈഫ് ഈസ് നോട്ട് എ സാൽവേജ് ടു ബി സെർവ്ഡ് ഔട്ട് ഓഫ് ദി വേൾഡ്. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ടു ബി യൂസ്ഡ് ഇൻ ദി വേൾഡ്. ജീവിതം ഒരു രക്ഷപ്പെടലിന് വേണ്ടിയുള്ള എങ്ങനെങ്കിലും ജീവിച്ചു തീർക്കാൻ ഉള്ളതല്ല. എവിടെയൊക്കെ സങ്കടങ്ങളുണ്ടോ അവിടെയൊക്കെ ദൈവം ഒരു ഇല്യൂമിനേറ്റിംഗ് ലൈറ്റായി നമ്മുടെ കൂടെയുണ്ട് എന്നത് നമുക്ക് മറക്കണ്ട. The peak that is near to the storm cloud is always nearer to the stars of light. The peak that is near to the storm cloud, കാർമേഘത്തോട് ചേർന്ന് നിൽക്കുന്ന കൊടുമുടി, അതിന്റെ അപ്പുറത്ത് എന്തുണ്ട്? തിളങ്ങുന്ന ഒരു നക്ഷത്രമുണ്ട്. അതിന്റെ അപ്പുറത്ത് തിളങ്ങുന്ന ഒരു നക്ഷത്രമുണ്ട്. ഒരു ദാവീദ്, ഒരു രാജാവ് ഒരു ഗാർഡൻ ഉണ്ടാക്കി. തന്റെ ഗുരു ആ ഗാർഡൻ കാണുവാൻ വരുന്നതിന് മുമ്പ് രാജാവ് അതെല്ലാം വൃത്തിയാക്കി, ഇലകളെല്ലാം കൊണ്ടുകളഞ്ഞു, അടുക്കുകളെല്ലാം മാറ്റി. ഗുരു ആ ഗാർഡനിലേക്ക് വന്നു. ഗുരുവിന്റെ മുഖം അത്ര പ്രസന്നമായില്ല. രാജാവ് ചോദിച്ചു, ഗുരു എന്താണ് ഇത്ര നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കി അങ്ങയെ ഞാൻ ക്ഷണിച്ചിട്ട് അങ്ങയുടെ മുഖം പ്രസന്നമാകാത്തത്? ഗുരു ആദ്യം മറുപടി പറഞ്ഞില്ല. രാജാവ് വീണ്ടും ചോദിച്ചു, എന്താണ് ഗുരു അവിടുന്ന് ഈ ഗാർഡന്റെ മനോഹാരിതയെ കുറിച്ച് പറയാത്തത്? അദ്ദേഹം പറഞ്ഞു, ഒരു കുറവ് ഈ ഗാർഡനുണ്ട്. രാജാവ് ചോദിച്ചു, കുറവോ? എന്തു കുറവുള്ളത്? എല്ലാം നീറ്റ് ആൻഡ് ടൈഡിയാണ്, എല്ലാം മനോഹരമായിരിക്കുന്നു. ഗുരു പറഞ്ഞു, ഇല്ല, ഈ ഗാർഡനിലെ പഴുത്ത ഇലകൾ, ഉണങ്ങിയ ഇലകൾ അതുകൂടെ ഉണ്ടെങ്കിലേ ഇത് പൂർണ്ണതയാകുള്ളൂ. അതെ പ്രിയപ്പെട്ടവരെ, സുഖങ്ങൾ മാത്രമല്ല ദുഃഖങ്ങളും ഉണ്ടെങ്കിലേ ജീവിതം പൂർണ്ണമാകുള്ളൂ. പരമരത്തിന് വേണ്ടി പഠിപ്പിക്കുന്ന ഈ പാഠം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കുവാൻ കഴിഞ്ഞാൽ, when we are facing our tribulations, when we are facing our miseries, നമ്മൾ ഒരിക്കലും അവിടെ വീണ്ടും പോകില്ല.
നമുക്കതിനെ അതിജീവിക്കുവാനുള്ള ശക്തി ലഭിക്കും. ദൈവം പരീക്ഷകൾ തരാതിരിക്കുന്ന ഒരു ദൈവമല്ല, പരീക്ഷകളിൽ കൂടിയിരിക്കുന്ന ഒരു ദൈവമാണ്. ജീസസ് ഈസ് നോട്ട് എ സെക്യൂരിറ്റി എഗൻസ്റ്റ് സ്റ്റോംസ്. ഇല്ല, ഇതൊക്കെയുണ്ട്. ബട്ട് ഇഫ് ജീസസ് ഈസ് ഇൻ മൈ പാർട്ട്, ഇഫ് ഗോഡ് ഈസ് ഇൻ മൈ പൊസിഷൻ, എനിക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എനിക്കതിനെ അതിജീവിക്കുവാൻ എന്റെ പടവിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ അവൻ പറയും, കാറ്റേ ശാന്തമാവുക, കടലെ കടക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ സംഘർഷങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞു, so that nobody can see my cry. ആരാ പറഞ്ഞെന്നറിയോ? ചാർലി ചാപ്ലിൻ. ലോകത്തെ കൊടുകിട ചിരിപ്പിച്ച മനുഷ്യൻ പറയുകയെ, എനിക്ക് മഴയിൽ നടക്കാനാണ് ഇഷ്ടം, കാരണം എന്റെ കരച്ചിലാരും